പ്രിയപ്പെട്ടവര്, ഞാന് നേരത്തെ നമ്മള് മുത്താപ്പാനെയൊക്കെ ഉൾക്കൊള്ളിച്ച് വീഡിയോ എടുത്തിരുന്നു. അപ്പോ ഇപ്പൊ നിലവില് മുത്താപ്പാന്റെ മക്കളായ കുഞ്ഞൂട്ടി, അതുപോലെ തന്നെ കുഞ്ഞൂട്ടി എന്ന മുഹമ്മദ് അലി എന്ന് പറഞ്ഞാൽ ചിലപ്പോ ആൾക്കാർ അറിയില്ല, അതായത് ഈ കുഞ്ഞൂട്ടി എന്ന് പരിചയപ്പെടുത്തുന്നത്. കുഞ്ഞൂട്ടി അതുപോലെ തന്നെ സാദിക്ക് കരിങ്കലത്താണിയില് സ്റ്റേഷനറിയും അതുപോലെ തന്നെ മറ്റുള്ള ചായ ബേക്കറി ഒക്കെ നടത്തുന്നുണ്ട്. അതേക്കുറിച്ച് രണ്ടു വാക്ക് അവർ പറയും. കാരണം ആ ഒരു പാരമ്പര്യം നിലനിർത്തിക്കൊണ്ട് ഏതാണ്ട് 78 കാലത്ത് തുടങ്ങിയ ആ ഒരു കരിങ്കലത്താണിയില് എല്ലാവർക്കും അറിയുന്നതാണ് സൂപ്പി സ്റ്റോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. അപ്പൊ ആ ഒരു പാരമ്പര്യം നിലനിർത്തിക്കൊണ്ട് ഏകദേശം എത്ര കാലമായി കുഞ്ഞുട്ടി നിങ്ങളൊക്കെ കച്ചവടം തുടങ്ങിയിട്ട്? നിങ്ങൾക്ക് ഓർമ്മയുണ്ട് നിങ്ങൾ എന്നാണ് സ്റ്റാർട്ട് ചെയ്യണേ? കുഞ്ഞുട്ടിയെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ? കൃത്യമായിട്ട് വർഷം ഓർമ്മയല്ല. എത്ര കൊല്ലം ഏകദേശം? ഞാനൊരു 5ലോ 6ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കാലത്തായിട്ടാണ് എന്റെ ഓർമ്മയില് ഉള്ളത്. ഒരു 10-30 കൊല്ലേ? 30 പോരാ, 30ന്റെ മുകളിലായി. നിങ്ങൾ തുടങ്ങിയിട്ട് 30ആയി? അങ്ങനെയല്ല, ഞാൻ തുടങ്ങിയിട്ട് അങ്ങനെയല്ല. അവര് സ്കൂള് വിട്ട് കഴിഞ്ഞാൽ ഞാൻ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് തോന്നിട്ട് ആ പെട്ടിക്കട എടുത്തത്. ഇപ്പൊ അന്നിപ്പോ 7 വയസ്സൊക്കെ ഉണ്ടാവും. അന്ന് തൊട്ടും കടയിൽ പോയിട്ടുണ്ട് ഞാൻ 2ലും 3ലൊക്കെ പഠിക്കുന്ന സമയത്ത്. പിന്നെ കുറച്ചു കാലം ഞങ്ങള് കടയിൽ നിന്ന് വിട്ടു നിന്നു. പിന്നെ ഇപ്പൊ ഒറ്റയ്ക്കായിരുന്നു. പക്ഷെ അന്ന് നേരത്തെ ഇപ്പൊ പറഞ്ഞ മാതിരി കാര്യങ്ങളെത്താൻ എനിക്ക് അത്ര പുരോഗമനമൊന്നും ഇല്ല. അന്ന് ഇപ്പൊ കച്ചവടം ചെയ്യുന്നതിന്റെ നേരെ അപ്പുറത്ത് പത്തിരി മമ്മൂട്ടിയെ കുറിച്ച് ചായക്കട ഉണ്ടായിരുന്നു. അയാള് നേരം വിളിക്കോളിരുന്നു കട. അപ്പൊ അയാള് നേരം വിളിക്കോളം കച്ചവടം ചെയ്യുന്നുണ്ട് എന്നുള്ള ധൈര്യത്തിലിരുന്നു ഇപ്പൊ കട അടച്ച് പോന്നിരുന്നത്. അത്രക്ക് പരിമിതിയിരുന്ന് കരിങ്കലത്താന്റെ അവസ്ഥ തന്നെ പറയാം. വേറെ കൂടുതൽ കടകളൊന്നും ഇല്ലാത്തത് കൊണ്ട് അടച്ചു പോരാൻ പേടിയാണ്. ഞാൻ കച്ചവടം ചെയ്യുന്ന പീടിയ ഭാഗത്ത് അക്കരാരുടെ ബിൽഡിംഗ് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇയാള് അതിന്റെ ബാക്കിയുള്ള കരിങ്കത്താടിക്കുള്ളതൊക്കെ ബൈക്കോപ്പനി തടുക്കുക ചെയ്യുന്നത്. പിന്നെ ഓരോ പീടിയ അത് ഇപ്പോഴും ആ തിരക്ക് അതിങ്ങനെ നിൽക്കുക. ചില ദിവസം ഇയാള് രാത്രി ലീവായ ദിവസങ്ങളില് ഇപ്പൊ ഈ പത്തിരി മമ്മൂട്ടിയൊക്കെ നേരം മുൻപോളം കച്ചവടം ചെയ്യാത്ത ദിവസങ്ങളില് വാപ്പ ചിലപ്പോ കട അടച്ചിട്ട് അവിടെ കടന്നിരുന്നൊരു ചരിത്രം കൂടിയുണ്ട്. കാരണം പേടിച്ചിട്ട് ഈ കട കുത്തിപ്പൊളിച്ചാറിലേക്ക് കൊണ്ടുപോകും എന്നുള്ള പേടി കാരണം അവിടെ കടന്നിരുന്നൊരു ചരിത്രം കൂടി ഉണ്ട് എന്ന് പറയാം. അതിനുശേഷം പിന്നെ ഞങ്ങളൊക്കെ വേറെ ഓരോ മേഖലയ്ക്ക് മാറി. പക്ഷെ വീണ്ടും വർഷങ്ങൾക്ക് ശേഷം ഞങ്ങളൊക്കെ വീണ്ടും കച്ചവടത്തിൽ തന്നെ വന്നു. എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ആദ്യം കുഞ്ഞൂട്ടിയാണ് കടയ്ക്ക് ചെന്നത്. കുഞ്ഞൂട്ടി ചെന്ന് 2004ലാണ് ആ കുഞ്ഞൂട്ടി വന്നത്. 20 വർഷം കഴിഞ്ഞു. ഇതൊക്കെ മര്യാദയായപ്പോ ഞാൻ മക്കളോട് ചോദിച്ചു, നാസറിനോടും സലാമിനോടും മുസ്തഫാനോടും ചോദിച്ചു, ഇതൊക്കെ വയ്യ, നിങ്ങൾക്ക് ഏറ്റെടുക്കാൻ സാധിക്കുമെന്ന് ചോദിച്ചപ്പോൾ ഒരെടുത്ത ബൈക്ക് മറുപടി പറഞ്ഞത് എന്താണെന്നറിയോ? നിങ്ങൾക്ക് വയ്യാതെ ചെയ്യുക അക്കരാർക്ക് റൂമുണ്ട് ഒഴിവായി കൊടുത്താൽ നിങ്ങൾ കുടിയിൽ വന്ന് കൂട്ടിയതോടെ ഞങ്ങൾ മക്കളെ തെണ്ടിച്ചിട്ടുണ്ടെങ്കിലും നോക്കിയാൽ പോരേന്ന് ചോദിച്ചു. അപ്പോഴാണ് അവര് പറഞ്ഞത്, ഈ കുഞ്ഞൂട്ടി ഈ സാധിക്കും, പുറത്തേക്ക് വിൽക്കണ്ട വാപ്പ, പുറത്തേക്ക് വിൽക്കണ്ട, ഞങ്ങൾക്ക് പഠിപ്പിച്ച് എഴുതിയതാണ്. അങ്ങനെ ബല കൊണ്ടുപോയിട്ടാണ് പഠിപ്പിച്ചു. സ്കൂളിന്റെ സമയത്ത് സ്കൂളില്ലാത്ത 2004ലാണ് കുഞ്ഞൂട്ടി അവർക്ക് എത്തിയത്. ഏകദേശം ഒരു 5 കൊല്ലം കൂടി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനും ഇപ്പൊ എന്തൊക്കെ സ്ഥാപനങ്ങൾ ഇപ്പൊ സ്റ്റേഷനറി ബേക്കറി കൂൾബാറായിട്ട് 2 കട ഉണ്ട്. ഒന്ന് മണ്ണാർക്കാട് റോട്ടമ്മയാണ്, VP കോംപ്ലക്സിൽ ഇപ്പായിട്ട് നടത്തുന്ന ഒരു കടയാണ്. പിന്നെ പുതിയ പള്ളിയുടെ അവിടേക്ക് പോണടുത്ത് ഒരു കട വേറെ ഉണ്ട്. വീട്ടുപകരണങ്ങള് സാധനങ്ങളൊക്കെ ആയിട്ട് ചൂണ്ടല്, പിന്നെ വലകള് പോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. കൈക്കോട്ടെ അല്ലാതും ഉണ്ട്. അവിടെ ഒരു പറയാനുള്ളത് എന്താ അറിയോ? ബിസിനസിന്റെ ഒരു ടേണിംഗ് പോയിന്റ് നമ്മൾ പറയും, അല്ലെങ്കിൽ ബിസിനസ്സിന്റെ ഒരു കാഴ്ചപ്പാട് എന്ന് പറയും. ഇപ്പൊ ഇന്നിപ്പോ അത് നിലനിർത്തിയത് കൊണ്ട് നിങ്ങൾക്ക് ഇത്രയും കരിങ്കലത്താണിയിൽ പലർത്താൻ പറ്റി. പക്ഷെ ഇന്നത്തെ കാലത്ത് കരിങ്കലത്താണിയിൽ റൂം എടുത്തിട്ട് നമ്മളെ കൊണ്ട് ആരെ കൊണ്ടെങ്കിലും കച്ചവടം ഒഴിവാക്കി കൊടുത്തിട്ട് ഇവര് 2 കച്ചവടം ചെയ്തിട്ട് അതിന് ലാഭം കിട്ടിയിട്ടാണ് സാധിക്കുന്ന ഈ പെര നിർമ്മിച്ചത്. അതിന് ലാഭം കിട്ടിയിട്ടാണ് കുഞ്ഞൂട്ടി ആ പെര നിർമ്മിച്ചത്. ഇന്ന് അങ്ങനത്തെ റൂം കിട്ടാന്ന് വെച്ചെങ്കിൽ കോടി ഉറുപ്പിക കൊടുത്താലും കൂടി റൂം കിട്ടൂല. പിന്നെ വേറെ ഒന്നും കൂടി ഉണ്ട്. ഇപ്പൊ ബിസിനസിന്റെ കാര്യം പറയുമ്പോ ബിസിനസ് എന്ന് പറയുമ്പോ എങ്ങനെയാണെന്ന് അറിയാം. ഇപ്പൊ ഞാന് ഇപ്പൊ ഇന്ത്യൻ അറിവ് വെച്ച് പറയാണ്, 9ാം ക്ലാസ് മുതൽ പച്ചക്കറി മുതൽ മീൻ കച്ചവടം മുതൽ കടല കച്ചവടം മുതൽ ഹോട്ടൽ കച്ചവടം അല്ലാതെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇന്നലെ ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ ബിസിനസിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കൊല്ലത്തില് ഒരു പക്ഷേ 11 മാസവും വറുതി കാലക്കാലം, പക്ഷെ ഒരു മാസം പെരുമഴ. അതായത് ഒരു മാസം നമ്മൾ പ്രതീക്ഷിക്കാത്ത അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ആയിട്ട് നമുക്ക് ഈ കിട്ടുന്നത് നമ്മൾ സ്വരൂപിച്ചു വെക്കണം.
അതാണ് ബിസിനസ്സിന് എന്നും ഉയർച്ച ഉണ്ടായിട്ടുള്ളത്. ബിസിനസ് ചെയ്യാന്ന് പറഞ്ഞ ശമ്പളം 1,00,000 റുപ്യ ശമ്പളം കിട്ടിയാലും അവർക്ക് എണ്ണിച്ചുട്ട അപ്പാണ്. ബിസിനസ് എന്ന് പറഞ്ഞാൽ അതല്ല. ചിലപ്പോൾ 1 രൂപക്കാരൻ കിട്ടുക, ചിലപ്പോൾ 10,000 കിട്ടും. ഇതിന് കണക്കുകളില്ല. മാത്രമല്ല, ഒരു കാശ് കയ്യിലില്ലെങ്കിൽ അവനാന്റെ കലയിൽ കുറച്ച് കാര്യങ്ങൾ അവനാന്റെ പട്ടിണി കിടക്കാതെ കാര്യങ്ങൾ കൊണ്ടുപോകാൻ പറ്റും. അപ്പൊ ബിസിനസ്സിന് ഒരുപാട് സംരംഭമാണ് അത്. ബിസിനസ് എന്ന് പറഞ്ഞ സംരംഭമാണ്. അതായത് പിന്നെ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും ഒരാൾക്കെങ്കിലും ഇവര് തൊഴിൽ കൊടുക്കുന്നുണ്ടാവും. 2-3 സ്റ്റാഫുകളില്ലേ? ഉണ്ട്. അപ്പൊ ഈ മാത്രല്ല, ഇപ്പൊ ഏറ്റവും വലിയൊരു ഉദ്യോഗസ്ഥനാണെങ്കിലും ഓന്റെ മുകളിൽ വേറെ ഉദ്യോഗസ്ഥനുണ്ടാവും. ഇവരെ മുകളിൽ ആരുമില്ല. ഇവർക്കാണ് വീറ്റപ്പ. ബിസിനസ്സുകാരനാണ് വീറ്റപ്പ. അവർക്ക് ഇപ്പൊ പിന്നെ മക്കളൊക്കെ കടയിൽ കൂടെ ഒക്കെ ഉണ്ട്. ഒലേൽപ്പിയാനും കാര്യങ്ങൾക്കൊക്കെ ഞാൻ പറഞ്ഞതിനെ പോലെ ഈ മേഖലയെ പ്രോത്സാഹിപ്പിക്കണം. ബിസിനസ് എന്ന് പറയുന്നത് ഒരു പെട്ടിക്കട കൊണ്ട് ഇരിക്കുകയാണെങ്കിലും ഒരാൾക്ക് തൊഴിലുണ്ടാവും. ഇപ്പൊ ഞാൻ അവിടെ ഒരു മുട്ടായിപ്പൂലോട് ഇരിക്കുകയാണ്, അവിടെ ഒരു സ്റ്റാഫ് ജീവിച്ചു പോകുന്നുണ്ട്. അതൊരു ബിസിനസ്സിന് പറ്റിയതാണ്. അതേസമയം ഞാൻ ചെയ്തിട്ടില്ലെങ്കിൽ അത് വേറെ റിസ്ക് ആയിരിക്കും. അപ്പൊ ബിസിനസ് മേഖല സംരംഭ മേഖലയെ സഹായിക്കുന്നതാണ്. അതിന് സർക്കാരിന് പ്രത്യേകിച്ച് ചെലവുകളൊന്നുമില്ല. സർക്കാർ മറ്റേ ഇതിനോട് മൃദുല സമീപനം മാത്രം സ്വീകരിച്ചാൽ മതി. ഞാൻ ഈ കൂട്ടത്തിൽ പറഞ്ഞു പോകുന്നതാണ്. കരിങ്കലത്താണിയില് തുടക്കക്കാര് എന്നുള്ള നിലക്ക് അവിടെ റോഡ് സൈഡിൽ പെട്ടിക്കട ആരംഭിച്ച് ഇന്നിപ്പോ ഈ നിലയിൽ 3 സ്ഥാപനമായിട്ട് നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഏതാണ്ട് ഒരു 40-45 വർഷത്തോളമായി കരിങ്കലത്താണിയിലെ ആ ഒരു ബിസിനസ് സംരംഭം തുടങ്ങി. ഈ പാരമ്പര്യം അത് മുന്നോട്ട് കൊണ്ടുപോയി പിന്നെ പാരമ്പര്യമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു കുടുംബം എന്നുള്ള നിലക്ക് ഏതായാലും അഭിമാനിക്കാനുള്ള ഒരു അവസ്ഥ കൂടി ഈ സമയത്ത് പിന്നെ ഒരു അഞ്ചന്റെ മകൻ എന്നുള്ള നിലക്ക് കൂടി അവകാശപ്പെട്ടാണ്. ഏതായാലും ഇന്നത്തെ വീഡിയോയില് പ്രിയപ്പെട്ട പിന്നെ മൂത്താപ്പന്റെ മക്കളായ അതിന് മുമ്പ് പിന്നെ ആദ്യത്തിൽ തുടക്കത്തിലൊക്കെ പിന്നെ നാസറും അതുപോലെ തന്നെ സലാമും ഒക്കെ കച്ചവടത്തിൽ സഹായിച്ചിരുന്നു. 1-2 കടകളൊക്കെ ഇറക്കുറമ്പ് റോട്ടിലും അതുപോലെ തന്നെ പൂത്താൻ റോട്ടിലൊക്കെ സ്റ്റാർട്ടിങ് 1-2 കടകളൊക്കെ അവര് പിന്നെ നാസറും അതുപോലെ തന്നെ സലാമും ഒക്കെ തുടങ്ങിയിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ കുഞ്ഞുട്ടിയും അതുപോലെ തന്നെ സാദിക്കും രംഗത്തേക്ക് വന്ന് സാദിക്കും കുഞ്ഞുട്ടി അത് നിലനിർത്തി എന്നുള്ളത് ഒരു 10-25 വർഷത്തോളമായി അത് നിലനിർത്തി കൊണ്ടുപോകുന്നു എന്നുള്ളത് വളരെ സന്തോഷം. ഏതായാലും ഇനിയും ഒരുപാട് നിയമത്ത് ആ ഒരു ബിസിനസ്സിൽ ലഭിക്കട്ടെ എന്ന് കൂടി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോയില് ഇന്നത്തെ പാരമ്പര്യം എന്നുള്ള നിലക്ക് കുറച്ച് ദിവസം മുമ്പ് പുലിക്കട വാപ്പുട്ടിയാജിയും അതുപോലെ തന്നെ പുലിക്കട സുട്ടിയാജിയൊക്കെ ഞങ്ങളെ വീഡിയോയുമായി ബന്ധപ്പെട്ടിരുന്നു. അവരുടെ മക്കള് മുജീബും അതുപോലെ തന്നെ മജീദൊക്കെ ഈ വീഡിയോയിൽ സംഗമിച്ചപ്പോൾ ഇവിടെയും ആ ഒരു പാരമ്പര്യം നിലനിർത്തിക്കൊണ്ട് ഇവർ കൂടി ഈ വീഡിയോയിൽ സംഗമിച്ചതിന് ഹൃദയംഗമായ നന്ദിയും കടപ്പാടും തായക്കുടി യൂണിറ്റ് കമ്മിറ്റിക്ക് വേണ്ടി പ്രസിഡന്റ് എന്നുള്ള നിലക്ക് ഞാനും അതുപോലെ തന്നെ ജനറൽ സെക്രട്ടറി എന്നുള്ള നിലക്ക് മമ്മൂക്കുട്ടിക്കാരാട്ടിലും ഇന്നത്തെ ഈ പിന്നെ വീഡിയോയ്ക്ക് ഹൃദയംഗമായ നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് ഇവിടെ അവസാനിപ്പിക്കുന്നു. എല്ലാവിധ നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, അസ്സലാമു അലൈക്കും.